നമസ്കാരം. ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ലോക മനുഷ്യാവകാശ ദിനാഘോഷവും പ്രതിഭകളെ ആദരിക്കലും നടന്നു. പട്ടിമറ്റം പ്രിയദർശിനി ഹാളിലായിരുന്നു പരിപാടി നടന്നത്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ചെയ്യുന്ന കാര്യങ്ങൾ വലിയൊരു കാര്യമാണ്. ഭൂമിയില്ല, വീടുമില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക, അവരെ എന്നിട്ട് സന്തോഷമായി അവിടെ താമസിപ്പിക്കുക, അവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്നു. അതാണ് സന്തോഷത്തോടെ ചെയ്തത്. അപ്പോൾ ഇതെല്ലാം ഈ മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവർക്ക് അത് പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നൊരു പ്രക്രിയയാണ്. നമ്മുടെ കേരളത്തിലെ മൊത്തസ്ഥിതി വിവരം കണക്കാക്കിയാൽ എല്ലാ പഞ്ചായത്തുകളിലുമായിട്ട് 10,000-കണക്കിന് അപേക്ഷകർ ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് കേന്ദ്ര സർക്കാർ ഫണ്ട് തരാൻ തയ്യാറുണ്ട്, അവരുടെ കയ്യിൽ ഫണ്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ഫണ്ടിന് ബുദ്ധിമുട്ടുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഏതായാലും അത് നടപ്പാക്കി കൊടുക്കുന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തും ധാരാളം വീഴ്ചകളുണ്ട്. ലൈഫ് മിഷൻ പദ്ധതി, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക. അതുപോലെ തന്നെ വേറൊരു പദ്ധതിയാണ് ജലജീവൻ പദ്ധതി. അത് കുടിവെള്ളം കിട്ടാനില്ലാത്തവർക്ക് കുടിവെള്ളം കൊടുക്കുക. വീടിനേക്കാൾ പ്രധാനമുള്ളതാണ് കുടിവെള്ളം കൊടുക്കുക. അതെല്ലാം ഞാൻ കണ്ടത് കൂടുതൽ ആളുകൾ താമസിക്കുന്നിടത്ത് അല്ലെങ്കിൽ നഗരവൽക്കരണം വന്നിരിക്കുന്ന സ്ഥലത്ത് വേഗം കണക്ഷൻ കൊടുക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട് മുക്കിലും മൂലയിലും താമസിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം ഉൾഭാഗത്ത് താമസിക്കുന്നവർക്ക് വെള്ളം കിട്ടുവാനും ഉള്ള സാഹചര്യമില്ല. പലയിടത്തും നമ്മുടെ സ്ത്രീകൾ ദൂരെ നിന്ന് 1-2 ഫർലോങ്ങുകൾ, ചിലപ്പോൾ കിലോമീറ്ററുകൾ ദൂരെ നിന്ന് വെള്ളം ചുമന്നു കൊണ്ടുവന്ന് വെച്ചിട്ട് 1 കുടം വെള്ളമോ 2 കുടം വെള്ളമോ കൊണ്ടുവന്ന് വെച്ചിട്ട് അങ്ങനെയാണ് ദൈനംദിന കാര്യങ്ങൾ അവർ നിർവഹിച്ചു പോരുന്നത്. ഇതെല്ലാം മനുഷ്യാവകാശം അവർക്ക് കിട്ടുന്നതിനുള്ള കാലതാമസത്തിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് അവരനുഭവിക്കുന്ന ദുരിതങ്ങളാണ്. വളരെയധികം നമുക്ക് ഇനിയും മുന്നോട്ട് പോകുവാനുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ജാക്സണും ഇതുകൂടെ ഇരിക്കുന്ന വേദിയിലിരിക്കുന്ന വ്യക്തികളുടെ എല്ലാം ആ മനസ്സ് ഇങ്ങനെ മനുഷ്യാവകാശം ലംഘിക്കപ്പെട്ടവർക്ക് സഹായം ചെയ്തു കൊടുത്ത് അവരൊപ്പം സമൂഹത്തിൽ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരണമെന്നുള്ളൊരു മനസ്സാണ്. അതൊരു തീർച്ചയായിട്ടും പ്രത്യേകം നമസ്കരിക്കേണ്ട അല്ലെങ്കിൽ അവരെ നമിക്കേണ്ട ഒരു മനസ്സുള്ള ആളുകളാണ്. ഇത് പ്രവർത്തനങ്ങൾ ഇനിയും നമ്മുടെ മനുഷ്യാവകാശം പുനഃസ്ഥാപിച്ചു കൊടുക്കുന്ന കാര്യത്തിലും മറ്റുള്ളവർ ജീവിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് നൽകുന്ന കാര്യത്തിലും എല്ലാം നടപ്പാക്കി വരുമ്പോൾ പല ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ തരണം ചെയ്ത് അവർക്ക് എല്ലാവർക്കും സുഖമായ ഒരു വാസം ഈ ഭൂമിയിൽ ഉറപ്പാക്കി കൊടുക്കുക. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രശ്നം. അതിൻ്റെ ഭാരവാഹികൾ വളരെ കഠിനമായി ഇനിയും പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇപ്പോഴും അവർ കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തന്നെ ഒരു യോഗം വിളിച്ചു കൂട്ടി ഇതെല്ലാം നിങ്ങളുടെ എല്ലാം ചിന്തക്കും അതേ തുടർന്ന് സംവാദത്തിനൊക്കെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതും ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. കാരണം നമ്മുടെ മനസ്സിൽ നമ്മൾക്ക് സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊരു സുഖം കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സുഖത്തെപ്പറ്റി മറന്നു പോകുന്ന ഒരു രീതി പലപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇനിയും കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്, ഇനിയും ബുദ്ധിമുട്ടുള്ളവരുണ്ട്, അവർക്ക് വേണ്ടി നമുക്ക് കൈകോർക്കാം എന്നൊരു ചിന്ത ഈ നല്ലവരുടെ മനസ്സിൽ കൊണ്ടുവരുന്നതും വലിയൊരു മഹത്തായ കാര്യമാണ്. ജാക്സന്റെ പ്രവൃത്തിയും അതുതന്നെയാണ്. ഞാനതിനെ വളരെയധികം പ്രശംസിക്കുകയാണ്. ഇവിടെ ഇത് കഴിഞ്ഞിട്ട് അഡ്വക്കേറ്റ് പോളി മാത്യു മുരിക്കൻ്റെ പ്രഭാഷണമുണ്ട്. ശ്രീ സുനിൽകുമാർ സിറിയക്കിൻ്റെയും പ്രഭാഷണമുണ്ട്. സ്വാമി വ്യാസചൈതന്യ, ഫാദർ ഏലിയാസ് കെ ഈരാളിൽ, അബ്ദുൽ ഗഫർ, ഇവരുടെ എല്ലാം പ്രഭാഷണം ഇന്നിവിടെ വെച്ചിട്ടുണ്ട്. ഇതിലെന്നെല്ലാം ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ചിന്തയിലുണ്ടായിട്ട് നമുക്ക് എങ്ങനെ നമ്മളെപ്പോലെ സൗകര്യമില്ലാത്തവരെ എങ്ങനെ അവർക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കാൻ, ജീവിതം സുഗമമാക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കുവാനും
അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പലപ്പോഴും പല കാര്യങ്ങളും ഇതിങ്ങനെ ആലോചിക്കുമ്പോൾ പലതും മനസ്സിൽ വരുന്നുണ്ട്. ഇപ്പോൾ സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഭാര്യയ്ക്ക്, ഭർത്താവിന്, മക്കൾക്ക്, അമ്മക്ക്, സഹോദരങ്ങൾക്കെല്ലാം കുടുംബം തന്നെ പേടി സ്വപ്നമാകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇപ്പം കരുണ വളർത്തിയെടുക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെപ്പറ്റി ഇവിടെ പറയുകയുണ്ടായി. അതിൽ ഒന്ന്, ഭരണഘടന ഉറപ്പാക്കുന്ന ഒരു പ്രധാന കാര്യം സാഹോദര്യമാണ്. രാജ്യത്തിൻ്റെ അഖണ്ഡതയും നിലനിർത്തിക്കൊണ്ട് എല്ലാവരുടെയും അന്തസ്സ് പാലിച്ചുകൊണ്ട് സാഹോദര്യം പുലർത്തണമെന്ന ഒരു കാര്യം കൂടി ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. ആ സാഹോദര്യം പുലർത്തുന്നതിന് ഭരണകൂടത്തിന് കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമല്ല. ഓരോ വ്യക്തിയും അത് ഉൾക്കൊള്ളുകൊണ്ട് എൻ്റെ അടുത്തുള്ള ഓരോ സഹോദരനും എന്നെപ്പോലെ തന്നെയാണെന്നും എനിക്ക് ജീവിക്കുവാനുള്ള അവകാശം കിട്ടിയതുപോലെ എൻ്റെ സഹോദരനോ അല്ലെങ്കിൽ സഹോദരിക്കും അവകാശമുണ്ട് എന്ന ഒരു കരുണാമയമായ ഒരു മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ടാകണം. അത് ഈ സംവാദങ്ങൾ വഴി നമുക്കത് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. കരുണയുള്ള ഹൃദയം നമുക്കുണ്ടാക്കിയാൽ, നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുവാൻ സാധിച്ചാൽ ഇതുപോലെയുള്ള സേവന പ്രവർത്തനങ്ങൾ നമുക്ക് തുടരുവാൻ അല്ലെങ്കിൽ ചെയ്തു കൊടുക്കുവാനുള്ള സന്മനസ്സുണ്ടാകും. അതുകൊണ്ട് ജനങ്ങൾക്ക് സന്തോഷവും സുഖവും ഉണ്ടാകും. ആ രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ നടക്കുന്ന സംവാദവും ചർച്ചയും പ്രഭാഷണവുമെല്ലാം അത്തരത്തിലുള്ള ചിന്തകൾ ഉണർത്തുവാൻ സഹായിക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. സന്തോഷിനെയും ബഹുമാനപ്പെട്ട ജസ്റ്റിസിന് നമ്മുടെ ജനറൽ സെക്രട്ടറിയും അതുപോലെ സെക്രട്ടറി ബിജു, മാർട്ടിൻ, പ്രീതി തുടങ്ങിയവർ ചേർന്ന് ഒരു ഉപഹാരം സമർപ്പിക്കും. അത് കഴിഞ്ഞു മറ്റു ഷോ സന്തോഷം. ബഹുമാനപ്പെട്ട ജസ്റ്റിസിന് ഉപഹാരം സമർപ്പിക്കുകയാണ് നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ AP കുഞ്ഞുമൂന്ന്. വിശിഷ്ടാതിഥി ശ്രീ ഡോക്ടർ പോളി മാത്യു മുരിക്കൻ അവർക്ക് ഉപഹാരം സമർപ്പിക്കുന്നു നമ്മുടെ സെക്രട്ടറി ബിജു മടത്തിപ്പറമ്പ്. നമ്മുടെ സെക്രട്ടറി ശ്രീ മാർട്ടിൻ ആന്റണി, നമ്മുടെ മുഖ്യപ്രഭാഷകൻ സുനിൽകുമാർ സിറിയക് സാറിന് ഉപഹാരം സമർപ്പിക്കുന്നു. നമ്മുടെ വിമൻ സെല്ലിന്റെ പ്രസിഡന്റ് ശ്രീമതി പ്രീതി നമ്മുടെ സ്വാമി വ്യാസ ചൈതന്യക്ക് ഉപഹാരം സമർപ്പിക്കുകയാണ്. നമ്മുടെ ഏലിയാസ് അച്ഛന് വിമൻ സെൽ സെക്രട്ടറി ശ്രീമതി അഡ്വക്കേറ്റ് സ്മിത ബിജു ഉപഹാരം സമർപ്പിക്കുന്നു. അഡ്വക്കേറ്റ് അബ്ദുൽ ഗഫൂറിന് ഉപഹാരം സമർപ്പിക്കുകയാണ്.
അടുത്തതായിട്ട് വിശിഷ്ട അതിഥി ഡോക്ടർ പോളി മാത്യു മുരിക്കൻ അവർ ഒരു അക്കാഡമീഷ്യനുമായ സുനിൽ കുമാർ സിരേഖ് അവറുകളെ, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് വളരെ സുപ്രധാനമായ ഒരു ചടങ്ങിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. 1948 ഡിസംബർ മാസം 10-ാം തീയതി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അതിന്റെ ജനറൽ അസംബ്ലി അംഗീകരിച്ച ആഗോള മനുഷ്യാവകാശ ഉടമ്പടിയുടെ സ്മരണ ലോകരാഷ്ട്രങ്ങൾ നിലനിർത്തിയ ദിവസമായിരുന്നു ഡിസംബർ 10-ാം തീയതി. ആ ദിനത്തിന്റെ സ്മരണയാണ് ഇന്ന് ഈ സദസ്സിൽ ഷെയർ ചെയ്യപ്പെടുന്നത്. മനുഷ്യാവകാശങ്ങൾ ഇല്ലാതെ മനുഷ്യനുണ്ടോ? മനുഷ്യനില്ലാതെ മനുഷ്യാവകാശങ്ങളുണ്ടോ? മനുഷ്യാവകാശങ്ങൾക്ക് ഇന്ന് മനുഷ്യമുഖം നഷ്ടപ്പെടുകയാണോ എന്നീ സുപ്രധാനമായ ചില ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങളുമാണ് ഞാൻ ഈ സദസ്സിനോട് പങ്കുവഹിക്കുന്നത്. ആഗോള മനുഷ്യാവകാശ ഉടമ്പടി വാഗ്ദാനം ചെയ്ത് നടപ്പാക്കിയ സുപ്രധാനമായ അവകാശങ്ങളായിരുന്നു സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, തുല്യതയ്ക്ക് ഉള്ള അവകാശം, അടിച്ചമർത്തലിനും ചൂഷണങ്ങൾക്കുമെതിരായ സംരക്ഷണം, നീതിയുക്തമായ ഒരു ഭരണ സംവിധാനം എന്നീ വാഗ്ദാനങ്ങൾ. ഇന്ന് ഏതാണ്ട് 76 വർഷങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഉടമ്പടി നിലവിൽ വന്നിട്ട്. നാം മനുഷ്യാവകാശ സംരക്ഷണ യജ്ഞത്തിൽ എത്രമാത്രം എത്തിച്ചേർന്നു, ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എത്രമാത്രം നമുക്ക് കൈവരിക്കാനായി എന്ന് പുനർചിന്തന ചെയ്യേണ്ട സമയമാണിപ്പോൾ. മനുഷ്യാവകാശങ്ങളുടെ ഉത്ഭവം നമ്മൾ പരിശോധിച്ചാൽ BC 539 അതിന്റെ ഉത്ഭവം. ശ്രദ്ധേയനായ ഒരു ഭരണാധികാരിയായിരുന്നു സൈറസ്. ഈ ഭൂമിയുടെ ഏതാണ്ട് 1/4 ഭാഗവും അടക്കി ഭരിച്ചിരുന്ന സൈറസ് എന്ന് പറയുന്ന മഹാചക്രവർത്തി സുപ്രധാനമായ ഉത്തരവിലൂടെ അവിടെ അടിമകളെ വിമോചിപ്പിക്കുകയും എല്ലാവർക്കും നീതിയും സ്വാതന്ത്ര്യവും തുല്യതയും ഉറപ്പാക്കുകയും ചെയ്തു. ഇപ്രകാരമായി പുറപ്പെടുവിച്ച ഉത്തരവുകൾ ഓരോന്നായി അദ്ദേഹം ഒരു പ്രത്യേക സിലിണ്ടറിൽ ഭാവി ജനതയുടെ വാഗ്ദാനമായി സൂക്ഷിക്കുവാൻ ഉത്തരവിടുകയും ചെയ്തു. അപ്രകാരം സൂക്ഷിക്കപ്പെട്ട ആ രേഖയാണ് സൈറസ് ദ സിലിണ്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിന് ചുവട് പിടിച്ചായിരുന്നു 2015 മഗ്ന കാർട്ടയും അമേരിക്കൻ ബിൽ ഓഫ് റൈറ്റ്സും ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സും ഫ്രഞ്ച് ഡിക്ലറേഷനും അമേരിക്കൻ ഭരണഘടനയും ഇന്ത്യൻ ഭരണഘടനയും എല്ലാം നിലവിൽ വന്നത്. ഈ ആഗോള മനുഷ്യാവകാശ ഉടമ്പടികളിലൂടെ നടപ്പാക്കപ്പെട്ട ചില വാഗ്ദാനങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. മനുഷ്യരില്ലാതെ മനുഷ്യാവകാശങ്ങളില്ല, മനുഷ്യാവകാശങ്ങളില്ലെങ്കിൽ മനുഷ്യനുമില്ല. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് സസ്യജീവിതം പോലെയല്ല, മൃഗതുല്യമായ ജീവിതമല്ല മനുഷ്യ ജീവിതം. മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ അന്തസ്സും മഹിമയോടുകൂടി അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളോടുകൂടി ജീവിച്ചു പോകേണ്ടതായ ഒരു ജീവിതമാണ് മനുഷ്യ ജീവിതം. ആ വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ മനുഷ്യന് ലഭ്യമാകേണ്ടതായ ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളാണ് ഇന്ന് നമ്മുടെ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ മൗലികാവകാശങ്ങൾ ലംഘിക്കുവാൻ നിയമത്തിന് പോലും സാധിക്കുകയില്ല. അത് ഭരണഘടനയിൽ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. അപ്രകാരം ഭരണഘടനയിൽ പ്രത്യേകമായി സ്ഥാനം ലഭിച്ച മൗലിക അവകാശങ്ങൾ നിയമത്തിലൂടെയോ നിയമത്തിന്റെ പിൻബലം ഉള്ള ഉത്തരവുകളിലൂടെയോ എടുത്തു കളയുവാൻ ആവില്ല. അപ്രകാരം നിയമങ്ങളിൽ എന്തെങ്കിലും മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ കോടതി, ജുഡീഷ്യൽ
പുനരവലോകന പ്രക്രിയയിലൂടെ അത്തരം നിയമങ്ങളെ അസാധുവാക്കുവാൻ കഴിവുമുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഭരണഘടനാ പിതാക്കന്മാർ നമുക്ക് കൽപ്പിച്ചു നൽകിയ ചില പ്രത്യേക അവകാശങ്ങൾ വെറുമൊരു അവകാശമായി നിൽക്കുവാൻ വേണ്ടി മാത്രമുള്ളത് അല്ലായിരുന്നു. അത് ലംഘിക്കപ്പെടുന്ന സ്ഥാപനങ്ങൾ, ഭരണകൂടമോ ഭരണകൂടത്തിന്റെ നിയന്ത്രണ വകുപ്പിലൂടെ മൗലികാവകാശ ലംഘനങ്ങൾക്കെതിരെ ഒരു വ്യക്തിക്ക് ഹൈക്കോടതിയെ സഹായിക്കാനാവും. ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത്, അവകാശങ്ങൾ എന്ന് പറയുന്നത് വെറും അവകാശം മാത്രമല്ല, അത് നടപ്പാക്കി കിട്ടേണ്ടതായ അവകാശങ്ങളാണ്, ക്ലെയിംസ് ആണ്. അങ്ങനെ അത് ലംഘിക്കപ്പെട്ടാൽ പൗരനെ നീതിന്യായ കോടതികളെ സമീപിച്ചുകൊണ്ട് അതിന് പരിഹാരമാർഗം കണ്ടെത്തുവാനാകും എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഈ ഭരണഘടനയിലെ സുപ്രധാന വകുപ്പുകളാണ് ഭരണഘടനയുടെ ഹാർട്ടും സോളുമായി, ആത്മാവും ഹൃദയവുമായി മാറിത്തീർന്ന പ്രത്യേകമായ വകുപ്പുകൾ. ആ വകുപ്പുകളുടെ പ്രസക്തി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ മൗലികാവകാശങ്ങൾ എന്താണ്, അത് ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കുക, അത് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യങ്ങളാണ് ഈ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ പോലെയുള്ള സംഘടനകൾക്ക് നിർവഹിക്കാനുള്ളത്. ആ കടമയാണ് അവർ നിർവഹിച്ചു വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജീവിതത്തിൽ അത്യന്തം ലഭിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ജീവിതം എന്ന് പറയുന്നത് വ്യത്യസ്തമായ രീതിയിൽ അംഗീകരിക്കപ്പെട്ടതും വ്യത്യസ്തമായ കാഴ്ചപ്പാടോടുകൂടി കാണേണ്ടതുമാണ്. ജീവിക്കാനുള്ള അവകാശവും ജീവിതാവകാശത്തിന്റെ ഭാഗമാണ്. ജീവിക്കാനുള്ള അവകാശമോ ജീവിതമോ അതുപോലെ തന്നെ സ്വാതന്ത്ര്യമോ നിയമം കൽപ്പിച്ച് നൽകിയ പ്രക്രിയയിലൂടെ അല്ലാതെ നിഷേധിക്കുവാനാവില്ല. അത് ഭരണഘടനയുടെ 21-ാം അനുച്ഛേദത്തിൽ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. ഞാൻ ഈ വേദിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കേസ്, അതിന്റെ ഉത്ഭവവും അതിൽ കോടതി നീതിന്യായ പ്രക്രിയയിലൂടെ അതിൽ നൽകിയ നിർദ്ദേശങ്ങളും നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഓൾഗ ടെലീസ് വേഴ്സസ് ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന 1986 സുപ്രധാന കേസാണ്. ആ കേസിൽ ബോംബെ സ്ലംസിലും അതുപോലെ ബോംബെ നഗരത്തിലെ തെരുവുകളിലും കച്ചവടം നടത്തി ഉപജീവനം കണ്ടെത്തി വരുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ട കേസായിരുന്നു. അവര് കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്തു നിന്ന് മുനിസിപ്പാലിറ്റി നോട്ടീസ് പോലും നൽകാതെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ കോടതിയെ സമീപിക്കുകയും കോടതി അവർക്ക് അനുകൂലമായ ഉത്തരവ് നൽകുകയും ചെയ്തു. അങ്ങനെ ഉത്തരവ് നൽകുവാൻ കോടതി ആശ്രയിച്ചത് ഭരണഘടനയുടെ 21-ാം വകുപ്പിനെയായിരുന്നു, അനുച്ഛേദത്തെയായിരുന്നു. എന്താണ് 21-ാം അനുച്ഛേദം? 21-ാം അനുച്ഛേദം ഇപ്രകാരം പറയുന്നു: നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ലൈഫ് ഓർ പേഴ്സണൽ ലിബർട്ടി എക്സെപ്റ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. നിയമം നിർദ്ദേശിക്കുന്ന പ്രക്രിയയിലൂടെ അല്ലാതെ ഒരു വ്യക്തിയുടെയും ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ നിഷേധിക്കുവാനാവില്ല. അപ്പോൾ ജീവിതവുമായി ബന്ധപ്പെട്ടതാണോ ജീവിതമാർഗം കണ്ടെത്തുവാനുള്ള ഒരുവന്റെ അവകാശം? അതാണ് സുപ്രീം കോടതി പ്രധാനമായും പരിഗണിച്ചത്. കാരണം ഈ തെരുവിൽ കച്ചവടം നടത്തി ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തെരുവായിരുന്നു അവരുടെ ജീവിതം. അവരുടെ ജീവിതത്തിലെ സുപ്രധാന പങ്കും അവർ കഴിഞ്ഞുകൂടുന്നത് തെരുവിലായിരുന്നു. അവിടെ ചെറിയ ചെറിയ രീതിയിലുള്ള കച്ചവടങ്ങൾ നടത്തി അതിന് കിട്ടുന്ന ലാഭം കൊണ്ടായിരുന്നു അവരും കുടുംബവും കഴിഞ്ഞു പോന്നിരുന്നത്. അപ്രകാരം അവരുടെ ജീവിതമാർഗമായിരുന്നു ആ തെരുവ്. ആ ജീവിതമാർഗമാവുന്ന ആ തെരുവിൽ നിന്നും അവരെ നോട്ടീസ് പോലും നൽകാതെ കോർപ്പറേഷൻ ഇറക്കിവിടാൻ ശ്രമിച്ചപ്പോൾ കോടതി ഇപ്രകാരം പറഞ്ഞു: ജീവിക്കാനുള്ള അവകാശത്തിൽ ജീവിത മാർഗവും കണ്ടെത്താനുള്ള അവകാശവും ഉൾപ്പെടുന്നു എന്ന്. ജീവിതം കണ്ടെത്താനുള്ള അവകാശം ജീവിതാവകാശത്തിൽ ഉൾപ്പെടുന്നില്ലെങ്കിൽ ഏറ്റവും ജീവിതം എടുത്തു കളയാനുള്ള ഏറ്റവും എളുപ്പമായ രീതി ജീവിതമാർഗം തന്നെ എടുത്തു കളയുക എന്ന നടപടിയായിരിക്കുമെന്ന്. അതുകൊണ്ട് കോടതി പറഞ്ഞു, വളരെ ശ്രദ്ധേയമായ ഒരു കാഴ്ചപ്പാടോടുകൂടി കോടതി അതിന് സുപ്രധാനമായ ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു അനുമാനം ആ കേസിൽ നൽകി. ആ അനുമാനം ഇപ്രകാരമായിരുന്നു: ജീവിക്കാനുള്ള അവകാശത്തിൽ ജീവിതമാർഗം കണ്ടെത്താനുള്ള അവകാശവും ഉൾപ്പെടുന്നു എന്ന്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചുറ്റുപാടിൽ തന്നെ പല രീതിയിലുള്ള മൗലികാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ട്. എലനോ റൂസ്വെൽറ്റ് ആയിരുന്നു ഈ യുണൈറ്റഡ് നേഷൻസിന്റെ
ഹ്യൂമൻ റൈറ്റ്സ് ഡോക്യുമെന്റായ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിന്റെ മുഖ്യ ശില്പി എലനോർ റൂസ്വെൽറ്റ് ഇപ്രകാരം പറയുകയുണ്ടായി, ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശങ്ങൾ ലംഘനങ്ങൾ പലപ്പോഴും നടക്കുന്നത് നമ്മുടെ ചുറ്റുപാടുകളിലാണ്. അവിടെ അരങ്ങേറുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ നമുക്ക് കൃത്യമായി മാപ്പ് ചെയ്യുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, കൃത്യമായി ദർശിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, മറ്റ് സ്ഥലങ്ങളിൽ അരങ്ങേറുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അതിനെതിരെ ആ മനുഷ്യാവകാശ ലംഘനങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ശാശ്വതം കണ്ടെത്തിക്കൊണ്ട് വേണം നമുക്ക് ബാഹ്യമായിട്ടുള്ള മറ്റു സ്ഥലങ്ങളിലെ മനുഷ്യാവകാശ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ടും നമുക്ക് പ്രവർത്തിക്കുവാൻ. ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ് എലനോർ റൂസ്വെൽറ്റ് പറയുന്നത്. ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് വലിയ വലിയ സ്ഥലങ്ങളിൽ അരങ്ങേറുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ സംജാതമാക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നീതി നിഷേധിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരാൾക്ക് നീതി നിഷേധിച്ചു, അത് അദ്ദേഹത്തിന്റെ സ്വകാര്യ കാര്യമാണ് എന്ന ലാഘവത്തോടുകൂടിയാണ് നാം കണ്ടുവരുന്നത്. ഒരാൾക്ക് നിഷേധിക്കപ്പെടുന്ന നീതി അത് എല്ലാവർക്കും അനീതി ഉണ്ടാക്കും എന്നുള്ള കാര്യം പ്രത്യേകം സത്യമാണ്. ഇൻസെക്യൂരിറ്റി ടു വൺ പേഴ്സൺ ഈസ് ആൻ ഇൻസെക്യൂരിറ്റി ടു ഓൾ. ആ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയുടെ 3-ാം ഭാഗത്ത് കൃത്യമായി മൗലികാവകാശങ്ങൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. മൗലികാവകാശങ്ങൾ, എല്ലാ മനുഷ്യാവകാശങ്ങളും മൗലികാവകാശങ്ങളല്ല, എന്നാൽ സുപ്രധാനമായ ചില മൗലികാവകാശങ്ങൾ, മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ചില അവകാശങ്ങൾ മൗലികാവകാശമായി ഭരണഘടന പ്രത്യേകം എടുത്തു പറയുകയും അത് പ്രത്യേകം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്രകാരമുള്ള മൗലികാവകാശമാണ് തുല്യതയ്ക്കായുള്ള അവകാശം. വലിയവനോ ചെറിയവനോ എന്ന വ്യത്യാസമില്ലാതെ, ലിംഗഭേദമില്ലാതെ, ജാതിഭേദമില്ലാതെ, വർഗഭേദമില്ലാതെ എല്ലാ മനുഷ്യരെയും തുല്യമായി കാണണമെന്ന് ഭരണഘടന നിർദ്ദേശിക്കുന്നു. ഈ പറയുന്ന ഘടകങ്ങളൊന്നും ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനിൽ നിന്നും വ്യത്യസ്തനാക്കുന്നില്ല. എല്ലാവർക്കും തുല്യ അവകാശമാണ് ഉള്ളത്. എല്ലാവർക്കും തുല്യമായ രീതിയിലുള്ള മനുഷ്യ മഹിമയാണ് ഉള്ളത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മഹിമ എന്നുള്ളത്. ഞാനാണ്, ആ ഞാനായി തന്നെ സമൂഹം അംഗീകരിക്കണം. അപ്രകാരം സമൂഹത്താൽ അംഗീകരിക്കപ്പെടാനുള്ള ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം അത് മഹിമയുടെ ഭാഗമാണ്. ആ മഹിമയ്ക്ക് കോട്ടം വരുന്ന പ്രവർത്തനങ്ങൾ അംഗീകരിക്കപ്പെടുവാൻ പാടില്ല. തുല്യത എന്നുള്ള കൺസെപ്റ്റിൽ എല്ലാ അർത്ഥത്തിലും എല്ലാവരും തുല്യരാണ്, ഒരു രീതിയിലുള്ള വിവേചനവും പാടില്ല എന്നുള്ള അർത്ഥവുമുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ തുല്യത. നമുക്ക് ജോലിക്കായും സർക്കാരിന്റെ കീഴിലുള്ള ജോലിക്കായും തുല്യതയ്ക്കുള്ള അവകാശമുണ്ട്. വിഭിന്നമായ കാരണങ്ങളാൽ ഒരു വ്യക്തിയെ ജോലിക്കായുള്ള അവകാശത്തിൽ നിന്നും മാറ്റി നിർത്താനാവില്ല എന്ന് പ്രത്യേകം പറയുന്നു. ഭരണഘടന തന്നെ നമുക്ക് പ്രത്യേകമായി ചില അവകാശങ്ങൾ കൽപ്പിച്ചു നൽകുന്നുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമ്മേളിക്കാനുള്ള അവകാശം, ഓർഗനൈസ് ചെയ്യാനുള്ള അവകാശം, അതുപോലെ തന്നെ നമുക്ക് താമസിക്കുവാനുള്ള അവകാശം, തൊഴിൽ ചെയ്യുവാനുള്ള അവകാശം, ബിസിനസ് നടത്താനുള്ള അവകാശം, ഇതെല്ലാം അവകാശങ്ങളാണ്. ഇത് ജീവിതവുമായി പ്രത്യേകമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, കോർത്തിണങ്ങി കിടക്കുന്ന അവകാശങ്ങളാണ്. ആ അവകാശങ്ങൾ നിഷേധിക്കാം, അത് അന്തിമമല്ല. ആ അവകാശങ്ങൾക്ക് നിഷേധിക്കാനാവില്ല, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താം. എപ്രകാരമുള്ള നിയന്ത്രണങ്ങളായിരിക്കണം? വളരെ കാരണപരമായ, റീസണബിൾ ആയിട്ടുള്ള, പൊതു താല്പര്യം മുൻനിർത്തി ഇമ്പോസ് ചെയ്യപ്പെടുന്ന നിയന്ത്രണങ്ങളായിരിക്കണം അവകാശങ്ങളിൽ ഉണ്ടാകേണ്ടത്. വിദ്യാഭ്യാസ അവകാശം ഒരു മൗലികാവകാശം എന്നുള്ള ഉപരിയായി ഇപ്പം 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് അതൊരു മൗലികാവകാശമായി അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. തൊഴിൽശാലകളിലും തൊഴിലിടങ്ങളിലും ജോലി ചെയ്യുന്നവരുടെ അവകാശങ്ങൾ, സ്ത്രീ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങൾ, ഭ്രൂണഹത്യ, അതുപോലെ ലിംഗനിർണയങ്ങൾ, ഇതെല്ലാം പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തുന്ന ഘടകങ്ങളാണ്. നമ്മൾ ജീവിക്കുന്നത് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ മധ്യത്തിലാണ്. ഡിസംബർ 10-നും 11-നും 12-നും മഴയില്ലായിരുന്നു. മഴ പെയ്തുകൊണ്ടിരുന്നത് ജൂണിലായിരുന്നു. ഇപ്പോൾ ജൂണിൽ മഴയില്ല. മഴയുണ്ടാകുന്നത് വ്യത്യസ്തമായ കാലയളവിലാണ്. ഡിസംബറിൽ മഴയാണ്. കാരണം നമ്മൾ മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
നാം തന്നെയാണ് അതിന് ഉത്തരവാദികൾ. പ്രകൃതിയോട് ക്രൂരത ചെയ്താൽ പ്രകൃതി അതേ നാണയത്തിൽ തിരിച്ചടിക്കും. ആ ഒരു തിരിച്ചടിയുടെ ഭാഗമായും കാലാവസ്ഥ വ്യതിയാനങ്ങളെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഡെപ്ലീഷൻ ഓഫ് ദി ഓസോൺ ലെയർ, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, ഇതെല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് മനുഷ്യരാൽ തന്നെയാണ്. പണമുണ്ടാക്കാനുള്ള കൂടുതലായിട്ടുള്ള ദുരാഗ്രഹം, വരുന്ന തലമുറയെ കുറിച്ച് യാതൊരു രീതിയിലുള്ള ചിന്തയുമില്ലാതെ എങ്ങനെയും പണം സമ്പാദിക്കണമെന്നുള്ള ഒരു 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 പ്രത്യേകമായിട്ടുള്ള ജീവിതശൈലി, മലകളും കുന്നുകളും അതിൻ്റെ പേരിൽ ഇടിച്ചു ഇടുന്നു. ഇപ്രകാരം അന്തരീക്ഷത്തിന്റെ തന്നെ വ്യതിയാനം നഷ്ടപ്പെടുന്നു. ശുദ്ധമായ വായു ശ്വസിച്ചും ശുദ്ധമായ ജലം പാനം ചെയ്തും ഒരു ശുദ്ധമായ അന്തരീക്ഷത്തിൽ ജീവിക്കാനുള്ള ഒരു മനുഷ്യന്റെ അവകാശം മനുഷ്യ പ്രവർത്തികളാൽ തടസ്സം സൃഷ്ടിക്കപ്പെടുന്നു. അതുപോലെ തന്നെ പ്രത്യേകമായി നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് 21ാം നൂറ്റാണ്ടിൽ സയൻസിനും ടെക്നോളജിക്കും വ്യത്യസ്തമായിട്ടുള്ള അനുമാനങ്ങളും മാറ്റങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതിൻ്റെ ദുരുപയോഗം പലപ്പോഴും മനുഷ്യാവകാശങ്ങളുടെ ലംഘനമായി മാറാറുണ്ട്. സയൻസ് എന്ന് പറയുന്ന മണ്ഡലത്തെയും സാങ്കേതിക വിദ്യ എന്ന് പറയുന്ന മണ്ഡലത്തെയും നമ്മൾ പ്രത്യേകം നിജപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഒരു മനുഷ്യനെ സയൻസിൽ നിന്നും ടെക്നോളജിയിൽ നിന്നും ഉണ്ടാവുന്ന ദുരുപയോഗത്തിൽ നിന്നും മനുഷ്യനെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള വ്യവസ്ഥയും ഒരു മനുഷ്യാവകാശമായി പുതുതായി രൂപാന്തരം ചെയ്യപ്പെടേണ്ടി വരുന്നു. അപ്രകാരമുള്ള മനുഷ്യാവകാശത്തിൽ ഏതൊരു വ്യക്തിക്കും ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ദുരുപയോഗത്തിൽ നിന്നും സംരക്ഷിക്കപ്പെടുവാനുള്ള അവകാശമുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. നമ്മൾ ജീവിക്കേണ്ടത് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉണ്ടാകേണ്ട ഒരു ലോകത്താണ്. സന്തുലിതമായ വികസനമാണ് ഉണ്ടാകേണ്ടത്. എന്താണ് സന്തുലിത വികസനം? നമ്മെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു വികസനമല്ല സന്തുലിത വികസനം. സന്തുലിത വികസനം എന്ന് പറയുന്നത് നമ്മൾ നീങ്ങുന്നതോടൊപ്പം തന്നെ നമുക്ക് ശേഷമുള്ള ഒരു ജനറേഷൻ ഉണ്ട്. അവർക്കും ഈ പ്രകൃതിയെ തുല്യ രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യാനും ഈ പ്രകൃതിയിൽ നല്ല രീതിയിൽ ജീവിക്കുവാനുള്ള ഒരു അവകാശമുണ്ട്. ആ പ്രകൃതിയെ ഇതേ രീതിയിൽ തന്നെ വരും തലമുറകൾക്ക് കൈമാറാനുള്ള ഒരു അവകാശം നമുക്കുണ്ട്, ഒരു കടമ നമുക്കുണ്ട്. ആ കടമ നിർവഹണം നമ്മൾ നടത്തണം. സന്തുലിത വികസനത്തിന്റെ പ്രക്രിയയിലൂടെ നമ്മുടെ പിന്നീടുള്ള തലമുറകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പ്രകൃതിയേക്ക് ദോഷം സൃഷ്ടിക്കാതെ പ്രകൃതി സൗഹാർദ്ദപരമായിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുവാൻ ബാധ്യസ്ഥരാണ്. ബിസിനസ്സും അതുപോലെയുള്ള കോർപ്പറേറ്റ്സും അവർ കാണിക്കേണ്ടതായിട്ടുള്ള മിനിമം കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഗ്രീൻ ഇനിഷ്യേറ്റീവ്സും ഗ്രീൻ മെഷേഴ്സിലൂടെയും പരിസ്ഥിതി സൗഹാർദ്ദപരമായ നടപടിക്രമങ്ങളിലൂടെ പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കാത്ത രീതിയിൽ മുന്നേറുവാൻ അവർ കടപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഇന്ന് മനുഷ്യാവകാശത്തിന്റെ ഓർമ്മ പുലർത്തുന്ന ദിവസമാണ്. എപ്പോഴും നമ്മുടെ ചിന്ത അവകാശങ്ങളെ കുറിച്ച് മാത്രമാണ്. അവകാശങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും കടമകളെ മറക്കുകയും ചെയ്യുന്ന ഒരു ലോകം നിലനിൽക്കാനാകുമോ എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവകാശങ്ങളെ പോലെ തന്നെ തുല്യ രീതിയിൽ പ്രസക്തമാണ് കടമകളും. കടമകൾ നിർവഹിക്കാതെ അവകാശങ്ങളുടെ പുറകെ മാത്രം സഞ്ചരിച്ചാൽ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ അവകാശങ്ങൾ നമ്മിൽ നിന്നും ദൂരെ മാറിപ്പോകും. അതുകൊണ്ട് തന്നെ തുല്യ രീതിയിൽ അവകാശങ്ങളും കടമകളും നിർവഹിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ നമ്മുടെ കടമ നിർവഹിക്കുന്നില്ലെങ്കിൽ അത് ചെന്നെത്തുന്നത് ബാക്കി ആരുടെയെങ്കിലും അവകാശങ്ങളുടെ ലംഘനത്തിലേക്കായിരിക്കും. ആ ഒരു സ്ഥിതിവിശേഷം സംജാതമാകരുത്. നമ്മുടെ ഭരണഘടന തന്നെ എപ്രകാരം ആണ് നമ്മുടെ കടമകൾ നിർവഹിക്കേണ്ടത് എന്ന് പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. അതിനായി തന്നെ ഒരു പ്രത്യേക വ്യവസ്ഥ തന്നെയുണ്ട്. 11 കടമകൾ ഭരണഘടനാപരമായി ഓരോ വ്യക്തിക്കും നിർവഹിക്കാനുണ്ട്. ആ കടമകളെല്ലാം നമ്മൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും മനുഷ്യാവകാശ സംരക്ഷണ യജ്ഞത്തിൽ ഏറ്റവും പ്രധാനമായ സ്ഥാനം വഹിക്കുന്ന സ്ഥാപനങ്ങളാണ് മനുഷ്യാവകാശ സംഘടനകൾ. ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ പോലെയുള്ള സംഘടനകളിലൂടെയാണ് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കപ്പെടുന്നത്. ഒരു സംസ്ഥാന ലെവലിലോ ദേശീയ തലത്തിലോ മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ വരെ ഇത്തരമൊരു അവബോധം സൃഷ്ടിക്കപ്പെടുന്ന സിവിൽ സൊസൈറ്റി ഗ്രൂപ്പ്സും NGOസും
എല്ലാം വളരെ സുത്യകമായിട്ടുള്ള രീതിയിലാണ് സേവനം ചെയ്യുന്നത്. അവർ പകർന്നു നൽകുന്ന അവകാശ അവബോധത്തിലൂടെയാണ് ജനത സഞ്ചരിക്കുന്നത്. അവകാശ നിഷേധമുണ്ടായാൽ ആദ്യം രംഗത്ത് വരുന്നതും അവർ തന്നെയാണ്. അവരുടെ പ്രവർത്തികൾ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുവാനുള്ള കടമ ഉത്തമ പൗരന്മാരായ നിലയിൽ നമുക്കുണ്ട്. ഇന്നേ ദിവസം ഇതിന് വേദിയൊരുക്കിയ ഈ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിന്റെ പ്രവർത്തനങ്ങളെ എത്രമാത്രം അനുമോദിച്ചാലും മതി വരില്ല. കാരണം അവർ കൊണ്ടാണ് മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ യുദ്ധം നടക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടന ഇടപെട്ട് അത് നിർത്തണമെന്ന് പറഞ്ഞതുപോലും അത് ലംഘിച്ചുകൊണ്ട് നിർഭയം ഇന്ന് രാജ്യങ്ങളിൽ യുദ്ധം തുടരുകയാണ്. അതും വെറും യുദ്ധമല്ല, ഹിറ്റ്ലറെ പോലെയുള്ള ആ ഏകാധിപതികളെ സൂചിപ്പിക്കുന്ന നിർഭയമായ പീഡനങ്ങളും വധവും അടങ്ങുന്ന യുദ്ധങ്ങളാണ് ഈ ആധുനിക നൂറ്റാണ്ടിൽ നടക്കുന്നതെന്ന സത്യം വേദനാജനകമാണ്. മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതൊന്നും കാണാതെ പോകുന്നല്ലോ. ഇന്നലെ കഴിഞ്ഞ ദിവസം ഉണ്ടായ മനോരമ പേപ്പറിൽ ഒരു വാർത്ത വായിച്ചു. വാർത്തയാണ്, സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസിൽ ഒരു ഭൂഗർഭ അറ തടവര, അവിടെ കഴിയുന്ന ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം ഒരുപക്ഷെ തന്റെ ചിന്തകൾ തന്റെ എഴുത്തുകളിലൂടെ ലഹരിയിലൂടെ പറഞ്ഞിട്ടുണ്ടാകാം. അതിന്റെ പേരിൽ സൈന്യം അദ്ദേഹത്തെ പിടിച്ച് എവിടെയിട്ട് ഗുഹയിലായി അടച്ചത്, വധശിക്ഷയ്ക്ക് വിധിച്ചു. ആ വധശിക്ഷ കാത്തു കഴിയുന്ന അതിന്റെ പേരുണ്ട് ബാഷാർ ബർഹു എന്ന എഴുത്തുകാരൻ. താൻ എന്ന് വധിക്കപ്പെടുമെന്ന് കേട്ട കണ്ട ഓരോ ദിവസവും പിന്നിടുകയാണ് വേദനയോട്. എന്നാൽ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ആ തടവറയുടെ ഭാഗത്തേക്ക് ആരോ നടന്നു വരുന്ന ശബ്ദം കേൾക്കുന്നു. അപ്പോൾ അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് തന്നെ ഇന്ന് കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. തന്റെ തെറ്റെന്താണ്? തന്നെ ലേഖനങ്ങൾ എഴുതി എന്നുള്ളതാണ്. മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്നു, അഭിപ്രായ സ്വാതന്ത്ര്യം ലംഘിക്കപ്പെടുന്നു, അതിന്റെ പേരിലാണ് ശിക്ഷ. എനിവേ ആ വന്ന പട്ടാളം വാതിൽ തുറന്നു. എന്നിട്ട് അദ്ദേഹത്തെ പറഞ്ഞു, നിങ്ങൾക്ക് പോകാം, നിങ്ങളെ വെറുതെട്ടേക്കിരിക്കുന്നു. അത് നമുക്കറിയാം, സിറിയ പിടിച്ചെടുക്കിയ വിവിധ സൈന്യം എല്ലാ ജയിലറകളും തുറന്നുവിട്ടു. ആ കൂട്ടത്തിൽ ഈ ബഷാർ ബർഹൂമും വിടവ് പ്രാപിച്ചു. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന്. അദ്ദേഹം കരഞ്ഞുകൊണ്ടാടി. വർഷങ്ങളായി സൂര്യപ്രകാശം കാണാതെ ഭൂഗർഭ ജയിലറിൽ കടന്നിരുന്ന ബഷാർ കരഞ്ഞുകൊണ്ട് ഓടി. അവൻ പറഞ്ഞു, വർഷങ്ങൾക്ക് ശേഷം ഞാൻ സൂര്യപ്രകാശം ഇന്ന് കണ്ടിരിക്കുന്നു. എത്രയെത്ര സംഭവങ്ങളാണ് നടക്കുന്നത്, ഒന്നുപോലും വെളിച്ചത്ത് വരുന്നില്ല. അതേപോലെയുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ഇന്ന് ഈ രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യം നാം മറന്നുപോകുന്നത്. നമ്മുടെ ഭാരതത്തിലും അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. ദീർഘമായി പറയുന്നില്ല. അവകാശങ്ങളെ കുറിച്ച്, മനുഷ്യാവകാശത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ജീവിക്കാനുള്ള അവകാശം, ആവിഷ്കാര സ്വാതന്ത്ര്യം, അടിമത്തത്തിനെതിരായ സംരക്ഷണം, വിദ്യാഭ്യാസ അവകാശം, ഇവയെല്ലാം ഏതൊരു പൗരനും ലഭിക്കേണ്ട അവകാശങ്ങളാണ്, മൗലിക അവകാശങ്ങളാണ്. ഇത് സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? ഇന്ന് മനുഷ്യന് എന്താ വില? പട്ടിയെ കൊല്ലുന്നത് പോലെ തെരുവിൽ മനുഷ്യർ കൊല്ലപ്പെടുകയാണ്. ആരും ചോദിക്കാനില്ല. ഏത് കോടതി പോയാലും എന്തെങ്കിലും പഴുതു പറഞ്ഞ് അവസാനം അവന് വിടുവിക്കപ്പെടും. പട്ടിയെ കൊല്ലാം, അതിന് കേസുണ്ട്. പാപ്പിനെ കൊന്നാൽ അതിന് കേസുണ്ട്. മനുഷ്യനെ കൊന്നാലോ ഒന്നുമില്ല, പുല്ലുമില്ല. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യാവകാശത്തിന് പുല്ല് പോലെ കണക്കാക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇന്ന് നാം ആയിരിക്കുന്ന കാര്യം മറന്നുപോകരുത്. ലിംഗസമത്വത്തെ കുറിച്ച് പറയുമ്പോൾ ഓർക്കുന്നത്, നമ്മുടെ ഭരണകർത്താക്കളെല്ലാം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്ത്രീ പുരുഷ സമത്വം അനുവദിക്കുന്നുണ്ട്. പക്ഷേ പാർലമെന്റിലോ നിയമസഭയിലോ മറ്റ് അധികാര കേന്ദ്രങ്ങളിലോ ഈ സമത്വം പാലിക്കാൻ ആരാണ് തയ്യാറാകുന്നത്? സ്ത്രീകൾക്ക് ഇന്ന്
ഇന്ന് സുരക്ഷിതമായിട്ട് നടക്കാൻ കഴിയുന്നുണ്ടോ? സ്ത്രീ പീഡനം, ബാലപീഡനം ഒരു തടസ്സമില്ലാതെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ചുറ്റുപാടും നടക്കുകയാണ്. നമ്മുടെ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ ഈ അവകാശം, അവരുടെ തുല്യത അവകാശം സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? തുല്യത, ലിംഗസമത്വം ഒരു മൗലിക അവകാശമാണ്, ഒരു മനുഷ്യാവകാശമാണ്. ഇതെല്ലാം ലംഘിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഇതേപോലുള്ള വേദികളും പഠന ശിബിരങ്ങളും നമ്മളെയൊക്കെ ഈ മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി നിൽക്കുവാനും അതിനുവേണ്ടി പടപെടുവാനും സന്നദ്ധരാക്കുന്ന വേദികളാണ്. അതിന് നമ്മുടെ കൂടിവരവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് നമ്മുടെ നാട്ടിലും നാം ആയിരിക്കുന്ന രാജ്യത്തും ലോകമൊട്ടാകെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രതികരിക്കുവാൻ നമുക്ക് ശക്തി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി സ്വാമി വ്യാസചൈതന്യ പറയും. അതിനുശേഷം നമ്മുടെ അവാർഡ് ജേതാവ് ശ്രീ സന്തോഷ് ഒരു മറുപടി പ്രസംഗം പറയുന്നതായിരിക്കും. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബ്രഹ്മണേ മൂർത്തിമതേ ശ്രിതാനാം ശുദ്ധിഹേതവേ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഈ മഹനീയമായ മനുഷ്യാവകാശ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ ജസ്റ്റിസ് അവർകൾ, ആദരണീയനായ ഈ വേദിയുടെ അധ്യക്ഷപീഠം അലങ്കരിക്കുന്ന മഹത് വ്യക്തികൾ, മുഖ്യപ്രഭാഷണങ്ങൾ നടത്തിയ വിദ്യാവിചിഷണന്മാരും നിയമ സംഹിതകളെ ഗഹനമായി പ്രതിപാദിച്ചുകൊണ്ട് നടത്തിയ പ്രഭാഷണങ്ങൾ നടത്തിയ മാന്യ വ്യക്തിത്വങ്ങളെ, പൗരോഹിത്യത്തിൻ്റെ അതിശ്രേഷ്ഠ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ അധിഷ്ഠിതമായ മനുഷ്യാവകാശത്തെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തിയ ബഹുമാന്യ ഫാദർ അവറുകളെ, നമ്മെ കേൾക്കുന്ന മഹാഗുരുജനങ്ങളെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ആത്മമിത്രങ്ങളെ, നമസ്കാരം. മനുഷ്യാവകാശത്തെക്കുറിച്ചിട്ടാണ് നാം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാരതം സ്വതന്ത്രമായിട്ട് ഇപ്പോൾ 76 വർഷമായെന്ന് പറയുന്നു. നാം ഒരു പ്രഭാഷകനല്ല. ഇതിൻ്റെ ഈ ഔദ്യോഗികമായ ഇന്ത്യൻ ഭരണഘടന ഒരു മനുഷ്യന് നൽകുന്ന മനുഷ്യാവകാശത്തിൻ്റെ സൈദ്ധാന്തികമായ വശങ്ങളൊന്നും നാം പ്രതിപാദിക്കുന്നില്ല. ഈ 76 വർഷങ്ങളായിട്ട് ഇപ്പോഴും നാം മനുഷ്യാവകാശത്തിന് വേണ്ടി കേഴുകയാണ്, ഒരു വേഴാമ്പലിനെ പോലെ. എന്താണ് ഇതിന് കാരണം? ആധ്യാത്മിക തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നാം. മനുഷ്യനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഒരു കാര്യം സത്യമാണ്, പരമകാരുണികനായ ദൈവം അമ്മയുടെ ഉദരത്തിലൂടെ നമ്മെ ഈ ലോകത്തേക്ക് അയച്ചപ്പോൾ വ്യത്യസ്തമായ ജീവികളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യന് മാത്രം ദൈവം വിവേകം നൽകി.
എന്തിനാണ് മനുഷ്യന് വിവേകം നൽകിയത്? മനുഷ്യാവകാശത്തിന്റെ ഭൗതിക തലങ്ങളെ കുറിച്ച് വാതോരാതെ നാം ഘോരം പറയുന്നു. മനുഷ്യാവകാശത്തിന് വേണ്ടി ഘോരമായ പോരാട്ടങ്ങൾ നടത്തുന്നു, നാം സംഘടിക്കുന്നു. ആവശ്യം തന്നെയാണത്, അത് വേണം. അപ്പോൾ നാം ഒന്ന് ചിന്തിക്കണം, മനുഷ്യൻ എന്ന നിലയ്ക്ക് നാം നമ്മോട് എന്താണ് നീതി ചെയ്തിട്ടുള്ളത്? ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആ വ്യക്തിയിൽ നമ്മുടെ മനുഷ്യാവകാശം നാം നൽകിയിട്ടുണ്ടോ? സമൂഹത്തിന്റെ മനുഷ്യാവകാശം ഇവിടെ നിൽക്കട്ടെ. ഒരു വ്യക്തി എന്ന നിലക്ക് ദൈവം മനുഷ്യന് മനസ്സും ചിന്തകളും പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മജ്ജ, മാംസം, രക്തം, 72,000 നാഡീ ഞരമ്പുകൾ ഇതെല്ലാം കൊടുത്തുവിട്ട് നമ്മൾക്ക് ബുദ്ധി തന്നു, വിവേകം തന്നു, ചിന്തിക്കാനുള്ള പ്രവൃത്തി തന്നു. നാം നമ്മോട് ഏതെങ്കിലും തരത്തില് മനുഷ്യാവകാശം ചെയ്തിട്ടുണ്ടോ? എന്തിനാണ് ദൈവം മനുഷ്യനെ ഈ ഭൂമുഖത്തേക്ക് ജനിപ്പിച്ചിട്ടുള്ളത്? പക്ഷിയായും, അതായത് 48 ദശലക്ഷം വർഷങ്ങൾ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് മനുഷ്യനായിട്ട് നമ്മൾക്ക് ജനിക്കപ്പെടുന്നത്. ഈ ജനിക്കപ്പെടുന്ന നമ്മള് ഭൗതികമായ മനുഷ്യാവകാശത്തെ കുറിച്ചാണ് ഇന്ന് വേവലാതിപ്പെടുന്നത്. നമ്മൾക്ക് നമ്മളോടൊരു പ്രതിബദ്ധതയില്ലേ? നമ്മുടെ ഉള്ളിൽ നാം ഇന്ന് കാണുന്ന മനുഷ്യന്റെ അവകാശത്തിന് വേണ്ടി പോരടിക്കുന്ന ആ നാമാണോ യഥാർത്ഥ നാം? നമ്മുടെ ഉള്ളില് ഏത് നിമിഷവും ഈ പ്രപഞ്ച ശക്തിയുടെ ഒരു കണികയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപം നമ്മുടെ ഉള്ളിലുള്ളത് നാം എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? ഇത് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശത്തിന് വേണ്ടി നാം എന്തുകൊണ്ട് പോരടിക്കുന്നില്ല? പരമകാരുണികനായ പ്രവാചകന്മാരും അതുപോലെ തന്നെ മഹാഗുരു, ലോകത്തിന്റെ വിശ്വസ്നേഹത്തിന്റെ പ്രവാചകൻ എന്ന് ഖ്യാതി നേടി ഇന്നും ലോകം ആദരിക്കപ്പെടുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു വാക്യം, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. ഈ അപരൻ ആരാണ്? നമ്മുടെ അയൽപക്കക്കാരെന്നല്ല, നമ്മുടെ സുഹൃത്തൊന്നുമല്ല, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യം വാരിയെല്ലുകൾക്കിടയില് ഹൃദയം നൽകി നമ്മളെ ഈ അമ്മയുടെ ഉദരത്തിലൂടെ ഈ ലോകത്തേക്ക് ദൈവം പറഞ്ഞയച്ചത് എന്താണ്? എന്തിനാണ്? നീ പരമമായ സത്യത്തിന്റെ പ്രകടിതമായ രൂപമാണ്. അതിലൂടെ നീ ഈ ബ്രഹ്മാണ്ടത്തിന്റെ ചൈതന്യമാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് ഈ വ്യക്തി എന്ന നിലക്ക് നിനക്ക് നിന്റെ അവകാശത്തെ സ്ഥാപിക്കണം. നമ്മൾ ആയിത്തീർന്നെങ്കിലല്ലേ നമുക്ക് ആക്കി തീർക്കാൻ പറ്റുള്ളൂ. നമുക്ക് വ്യക്തികളോട് ആർക്കും ഒരു പ്രതിബദ്ധതയില്ലേ? സമൂഹം എന്നിട്ട് നിയമത്തിന്റെ നമുക്ക് അവകാശങ്ങൾ നൽകപ്പെടുന്നില്ല. നമ്മൾ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നടത്തപ്പെടുന്നു. അത് അനാദികാലം മുതല് കൃതത്രേത ദ്വാപര കലി 4 യുഗങ്ങളാണ്. ഇത് കലിയുഗം തുടങ്ങി 5500 വർഷമായി. കൃതയുഗം സത്യയുഗമാണ്. ത്രേതായുഗം മുതൽ ആരംഭിച്ചില്ലേ മനുഷ്യാവകാശ ധ്വംസനങ്ങള്? ശ്രീരാമചന്ദ്ര പരമാത്മാവ് അവിടെ അദ്ദേഹം എന്തിനാണ് അവതാരം ചെയ്തത്? മനുഷ്യാവകാശം സംരക്ഷിക്കാനല്ലേ? ദ്വാപരയുഗത്തില് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായാം സംഭവാമി യുഗേ യുഗേ. എവിടെ എവിടെ ധർമ്മത്തിന് ഹാനി സംഭവിക്കുന്നുവോ, എവിടെ എവിടെ അധർമ്മം കൊടികുത്തി വാഴുന്നുവോ, അവിടെ അധർമ്മത്തെ നിഗ്രഹിച്ച് ധർമ്മം സംരക്ഷിക്കാൻ നാം സ്വയം പ്രത്യക്ഷനാവുന്നാണ് പരമാത്മാവ് പറയണേ. അവിടെ ഒരു മനുഷ്യാവകാശ ലംഘനത്തിന് പരിഹാരമായിട്ട് മനുഷ്യാവകാശ അല്ലേ അവിടെ നടക്കുന്നത് ഭഗവാൻ? കലിയുഗത്തിലും അത് തന്നെ. കലിയുഗത്തിൽ ഇന്ന് മനുഷ്യാവകാശം ഇവിടെ നിലനിർത്താൻ സംഘടനകൾക്കും അപ്പുറമായിട്ട് ഇവിടുത്തെ നീതിപീഠം, എത്ര മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നീതിപീഠത്തിന്റെ ഇടപെടലുകൾ കൊണ്ട് തടയാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ പോലീസ്, നിയമപാലകരായിട്ടുള്ള പോലീസിന്റെ ഇടപെടലുകൾ കൊണ്ട് എത്ര അതായത് മനുഷ്യാവകാശ ധ്വംസനങ്ങളിവിടെ ചിലതെല്ലാം
വ്യത്യസ്തമായിട്ട് വന്നിട്ടുണ്ട്. സ്വജനപക്ഷപാതങ്ങളും വ്യക്തിപരമായ താല്പര്യത്തിന്റെ പുറത്ത് നീതികേടുകളൊക്കെ കണ്ടിട്ടുണ്ടാവാം സമൂഹത്തില്. പക്ഷെ ബഹുഭൂരിപക്ഷവും നീതി നിഷേധങ്ങൾക്കെതിരെ ഇവിടുത്തെ കോടതി, അതുപോലെ തന്നെ പോലീസ്, ആ കോടതി, ഒരു കോടതി ജഡ്ജി, അതായത് ന്യായാധിപനായിട്ടുള്ള ജഡ്ജി ഏകപക്ഷീയമായിട്ടാണ് വിധി പറയുന്നത്. ഏകപക്ഷീയമായി. അതെന്താണ്? ആ ഏകപക്ഷീയമായി ഓരോ ജഡ്ജിയും നമ്മൾ പറയും ആ ജഡ്ജി പറഞ്ഞ വിധി തെറ്റാണ്, സമൂഹത്തിന് ഹിതകരമല്ല, അദ്ദേഹം വ്യക്തിപരമായി മറ്റാർക്കു വേണ്ടിയിട്ട് പറഞ്ഞതാണെന്ന് പറയും. അത് തെറ്റാണ്. കാരണം അതായത് അഭിഭാഷകന്മാരായിട്ടുള്ള നിയമ സംരക്ഷകര് അവര് നൽകുന്ന വിധിയുടെ, അതായത് അന്യായത്തിന്റെ വെളിച്ചത്തില് ജഡ്ജി എടുക്കുന്ന തീരുമാനം, അത് ജഡ്ജിയെ കുറ്റം വിട്ട് കാര്യമില്ല. ആ ന്യായാധിപൻ ഒരു വിധി പ്രഖ്യാപിക്കുമ്പോ ആ വിധി തെറ്റാണ്, ഇത് സമൂഹത്തിന്റെ ഹിംസാത്മകമായ വിധിയാണ് ഞാൻ പ്രഖ്യാപിച്ചതെന്ന് ആ ന്യായാധിപൻ അറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അഭിഭാഷകരായിട്ടുള്ള നീതിയെ, അതായത് അമ്മാനമാടുന്ന ഇവിടുത്തെ അഭിഭാഷകര് നീതിന്യായ വകുപ്പുകളെ പരസ്പരം പോരടിച്ച് വരുമ്പോ ആ ന്യായാധിപനെ വിധിക്കപ്പെടേണ്ടതായിട്ടുള്ള രീതിയിൽ വാദഗതികളെ കൊണ്ടുവരുന്നു. അദ്ദേഹം അത് വിധിക്കപ്പെടുന്നു. സമൂഹം പുറത്തു പറയുന്നു തെറ്റാണ് ആ വിധിന്ന്. ആ ന്യായാധിപൻ എന്ത് പിഴച്ചു? ന്യായാധിപന്റെ മുമ്പില്, അതായത് നിയമപാലകര് നൽകിയ ആ വാദപ്രതിവാദത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം വാദികളുടെയും പ്രതികളുടെയും നീതി ന്യായത്തിന്റെ വെളിച്ചത്തില് ഒരു തീരുമാനം വരെയാണ്. അല്ലാണ്ട് നമുക്ക് തോന്നിയതുപോലെ ഒരു ന്യായാധിപൻ വിധി പറയില്ലല്ലോ. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു? ദൈവികമായ ചൈതന്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവനവനെ അറിയുന്നില്ല. അവനവന്റെ ഭൗതികമായ ജീവിതത്തിന് വേണ്ടി കുടുംബം, സ്ഥാനമാനങ്ങൾ, സമ്പത്ത് ഇതെല്ലാം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവൻ പോരടിക്കുന്നു. എന്നിട്ട് നിയമ സംഹിതകളെ കുറ്റം പറയുന്നു, നമുക്ക് മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്ന് പറയുന്നു. എല്ലാം. ഒരു കാര്യം പറയട്ടെ, ഇവിടെ വ്യത്യസ്തമായ മതങ്ങളുണ്ടോ? വാക്കുകളുടെ വ്യത്യസ്തതയല്ലേ ഉള്ളൂ. മുസ്ലിം സമൂഹം, ക്രൈസ്തവ സമൂഹം, ഹൈന്ദവ സമൂഹം, ഇതെല്ലാം വാക്കുകളുടെ വ്യത്യസ്തതയിലുള്ളൂ. ഏകം സത് വിപ്ര ബഹുധാവതന്തി, സത്യം ഒന്നുള്ളൂ. പണ്ഡിതന്മാരത് വിപ്ര ബഹുധാവതന്തി, പണ്ഡിതന്മാരത് ബഹുവിധത്തിൽ വ്യാഖ്യാനിച്ചു എന്നാണ്. ഇത്രയും വലിയ ശ്രേഷ്ഠമായിട്ടുള്ള സദസ്സിന്റെ മുമ്പിൽ ഒരു ആധ്യാത്മിക പ്രയാണത്തിലൂടെ മുന്നേറുന്ന നമുക്ക് മനുഷ്യാവകാശത്തെക്കുറിച്ച് നമുക്കറിയാം, നമ്മൾ മനസ്സിലാക്കുന്നു. അതിൻ്റെ പ്രവർത്തനത്തിൽ ഈ ഓരോ വ്യക്തികളും, ഇവിടെ സംസാരിച്ചവരും ഇതിനു വേണ്ടി ഈ മനുഷ്യാവകാശ പ്രസ്ഥാനത്തിൻ്റെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഈ വേദി ഒരുക്കിയ എൻ്റെ പ്രിയം ആത്മമിത്രം ആയിട്ടുള്ള നമ്മുടെ ജാക്സൺ ജി, ഞാൻ അങ്ങനെയാണ് അദ്ദേഹത്തിനെ വിളിക്കണേ. അദ്ദേഹം മുൻകൈയെടുത്ത് ഈ മനുഷ്യാവകാശ പ്രവർത്തനത്തിന് വേദി ഒരുക്കിയതെല്ലാം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കാരണം സനാതന ധർമ്മത്തിന് അനാദികാലം മുതൽ ഇവിടെ അവതരിച്ചിട്ടുള്ള സർവ പ്രവാചകന്മാരും മനുഷ്യനീതിക്ക് വേണ്ടി തന്നെയാണ് നിലകൊണ്ടിട്ടുള്ളത്. മനുഷ്യന് നീതി നിഷേധിച്ച സമയത്ത്, അതായത് പരിശുദ്ധ ഖുർആൻ പറയുന്നു, ബൈബിൾ പറയുന്നു, അതായത് വേദം പറയുന്നു, മനുഷ്യ നന്മയ്ക്കായിട്ടാണ് ഇതെല്ലാ പ്രവാചകന്മാരും ഇവിടെ അവതരിച്ചിട്ടുള്ളത്. പല പല വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. മനുഷ്യന്റെ സ്വകാര്യത, മതവിശ്വാസം, വ്യക്തി സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, അതുപോലെ ഭക്ഷണത്തിനും വസ്ത്രത്തിനുമായിട്ടുള്ള സ്വാതന്ത്ര്യം, നീതിപൂർവമായ നിയമവാഴ്ചകൾ തുടങ്ങിയ കാര്യങ്ങളിൽ സുരക്ഷയും സമത്വവും ഉറപ്പുവരുത്തുക എന്നത് തന്നെയാണ് മനുഷ്യാവകാശം. ഈ സംഘടന, അതായത് ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശ ദിനാഘോഷത്തിൽ ഈ സംഘടന ചെയ്യുന്നതും ഇത് തന്നെ ആയിരിക്കും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതിനുള്ള പ്രചോദനം ഇതിൻ്റെ സംഘാടകർക്കും ഇത് ബന്ധപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുവന്നവർക്കും സർവേശ്വരൻ സർവ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു കാര്യം പറയാം, നമ്മളെ നാം തിരിച്ചറിയണം. ഏത് നിമിഷവും നാം മരിക്കപ്പെടും. മരണം സുനിശ്ചിതമാണ്. നമ്മൾ ഈ കാണുന്ന ജഡത്തിനപ്പുറം ഒരു ആത്മബോധമുണ്ട്.
അത് നമ്മൾ ഈ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞാൽ മാത്രമേ മനുഷ്യാവകാശം സാധ്യമാവൂ. അല്ലാതെ നമ്മളിൽ അവകാശമുണ്ട്. ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോ നീ നിന്റെ അവകാശം നിന്റെ ശരീരത്തോട് കാണിച്ചുവോ, നിന്റെ മനസ്സിനോട് കാണിച്ചുവോ, നിന്റെ ആത്മചൈതന്യത്തോട് നീ കാണിച്ചുവോ? ഇല്ല. പിന്നെ എങ്ങനെ സമൂഹത്തിലെ മനുഷ്യാവകാശത്തെ നിനക്ക് പുനരുദ്ധരിക്കാൻ പറ്റും എന്ന് പ്രകൃതി നമ്മോട് പറയുകയാണ്. അപ്പൊ അതിന്റെ പേരിൽ ഓരോ പൗരന്മാരും അവരുടെ അവകാശങ്ങളും കടമകളും സ്വയം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നതിനും മനുഷ്യന്റെ അവകാശങ്ങളായിട്ടുള്ള അഹിംസകളിലൂടെ നീതിപീഠത്തിന്റെയും നിയമപാലകരുടെയും ന്യായ സംഹിതകളിലൂടെയും അതിന്റെ സഹായത്തിൽ മുന്നേറുവാൻ എല്ലാ മനുഷ്യാവകാശ പ്രവർത്തകർക്കും മനുഷ്യാവകാശ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർക്കും കഴിയുമാറാകട്ടെ. ഈ വിനീതനും നിങ്ങളുടെ പിന്നിൽ അതിൻ്റെ ഒരു ഭാഗമായി നിൽക്കും എന്ന് നാം ഉറപ്പു വരികയാണ്. അതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഈ വേദിയിൽ വന്ന് സംസാരിക്കാൻ കഴിഞ്ഞ പരമകാരുണികനായ ദൈവം ഇതിന് അവസരം നൽകി. നീതി നിഷേധത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഈ ഇരിക്കുന്ന കസേരകളൊന്നും ഒഴിഞ്ഞതൊന്നുമല്ല. അറിവുള്ള മഹാപണ്ഡിതന്മാരായിട്ടുള്ള ന്യായാധിപന്മാര് ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പറയണം, അല്ലാണ്ട് ഒഴിഞ്ഞ കസേരകൾ നോക്കിയിട്ടല്ല. ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ വടക്ക് മുതൽ ഇങ്ങ് തെക്ക് വരെ ഏകദേശം 23 സംസ്ഥാനങ്ങളിൽ വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നിടത്ത് മാത്രമല്ല ഈ സംഘടനയുടെ സഹായം ലഭിക്കുന്നത്. മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുമ്പം നിയമപരമായുള്ള അവകാശങ്ങളെയാണ് എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഉരുത്തിരിയുന്നത്. നിയമസഹായങ്ങൾക്കപ്പുറം ഓരോ വ്യക്തികൾക്കും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട എന്തെല്ലാം സഹായങ്ങളാണോ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നത് എന്ന് നോക്കി നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞിടയ്ക്ക് പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്ന് പറയുന്നൊരു സ്ഥലത്ത്, അതിനു മുന്നേ ഇങ്ങനൊരു കാര്യം പറയാം. അതായത് ഇന്നത്തെ മനുഷ്യര് അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ഏറ്റവും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് വസ്തുതർക്കത്തിലായിരിക്കും. അതായത് എൻ്റെ വസ്തു ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ 1 സെന്റ് ഭൂമി പോയാൽ അത് കോടതി വഴിയായോ പോലീസ് വഴിയായോ ഒക്കെ നമ്മൾ പ്രശ്നം ഉണ്ടാക്കി തിരിച്ചു വാങ്ങും. സാധാരണപ്പെട്ട മനുഷ്യർ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇടപെടുന്നുണ്ട്. അപ്പം കോന്നിയിൽ ഒരു ഗ്രാമം എന്ന് വെച്ചാൽ ഒരു കുഗ്രാമമാണ്. അവിടെ ഇതുപോലൊരു പ്രശ്നം വന്നു. വസ്തു വിറ്റ ആള് അദ്ദേഹത്തിന്റെ വസ്തു ഒരു സാധാരണപ്പെട്ട വ്യക്തിക്ക് കൊടുത്തു. കേരളത്തിലെ വിവിധ പാർട്ടി സംഘടനകൾ ഒളിഞ്ഞും തെളിഞ്ഞും ആ പ്രദേശത്ത് പോയി അവരുടെ ആളുകളോട് സംസാരിക്കുകയുണ്ടായി. വസ്തു കൊടുത്ത ആൾക്ക്, വസ്തു വാങ്ങിയ ആൾക്ക് വസ്തുവിന്റെ നടുക്കൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ഈ പുഴ പുറമ്പോക്ക് ഭൂമിയാണ്, ഇത് വസ്തുവിന്റെ ഭൂമിയാണെന്ന് ഗവൺമെന്റ് പറയുന്നത് ഇത് വസ്തുവിന്റെ ഭൂമിയല്ല, ഇത് പുറമ്പോക്ക് ഭൂമിയാണെന്ന്. വസ്തു പറയുന്നത് ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്ന്, അതിന്റെ ഉടമസ്ഥൻ. ആകപ്പാടെ ബഹളം. സാധാരണപ്പെട്ട ആൾക്കാരായതുകൊണ്ട് ശാരീരിക ഉപദ്രവം, അങ്ങനെയുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കുകയുണ്ടായി. കോന്നി എന്ന് പറയുമ്പോൾ തന്നെ, ഗ്രാമമെന്ന് പറയുമ്പോഴും നമുക്ക് ചിന്തിക്കാം, പക്ക കർഷകരുള്ള സ്ഥലമാണ്. എപ്പോഴും അവരുടെ കയ്യിലെ ആയുധങ്ങൾ, അതായത് കൃഷി ഉപയോഗത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങളൊക്കെ അവരുടെ കയ്യിൽ കാണും. പാർട്ടിക്കാർ പലരും ഇടപെട്ടു, ഒരു രക്ഷയില്ല. പാർട്ടിക്കാരെ ചിലർ പൈസ വാങ്ങിയെന്നും പറയുന്നു, ചിലർ പൈസ വാങ്ങാതെയും പ്രവർത്തിച്ചെന്ന് പറയുന്നു. ആ പ്രദേശത്ത് കടക്കാൻ പോലും ഒരാളെയും സമ്മതിക്കുന്നില്ല.
ആര് ആ പ്രദേശത്ത് ഈ വസ്തുവിന്റെ പേരിൽ ചെല്ലുന്നോ, നിയമപരമായി സംസാരിക്കുന്നതോ, അവരെ അടിച്ചോടിച്ചു വിടുന്ന രീതി ആ നാട്ടിലുണ്ടായി. അങ്ങനെ ഇരിക്കെ എനിക്ക് ഈ പത്തനംതിട്ട ജില്ലയിലെ പ്രസിഡന്റിന്റെ ഒരു സ്ഥാനം കൂടി ഉള്ളത് കൊണ്ട് എന്നെ ബന്ധപ്പെടുകയുണ്ടായി. കോന്നി പ്രദേശമൊക്കെ എനിക്ക് ഏകദേശം അറിയാം. ഞാൻ അവിടെ ചെന്നു. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്, വേറെ ആരും ഇല്ലായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെല്ലാൻ നേരത്ത് അദ്ദേഹം വില്ലേജ് ആൾക്കാരെ വിളിച്ചു, വില്ലേജിലെ ഓഫീസേഴ്സ് വന്നു. ചെന്നപ്പോഴത്തേക്ക് അവിടെ മറ്റേ കുറുവടിയും കത്തിയും അങ്ങനെ ഉള്ള ആയുധങ്ങൾ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വസ്തുക്കളിലെ പ്രശ്നങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ സാധാരണപ്പെട്ട ആൾക്കാരെ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല, അവർക്കറിയത്തില്ല. അപ്പം എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് വില്ലേജിൽ നിന്ന് ആൾക്കാർ വന്നു. ഞാൻ അടുത്ത് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ പ്രോപ്പർട്ടി ഒന്ന് അളക്ക്. സമ്മതിക്കത്തില്ല, ബഹളം. പ്രോപ്പർട്ടി അളക്കാനായിട്ട് വില്ലേജിൽ നിന്ന് ആൾക്കാർ വന്നു. അളന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ ബഹളമാണ്. ഞാൻ പറഞ്ഞു, സഹോദരങ്ങളെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. നമുക്കിത് പുറമ്പോക്ക് ഭൂമിയാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കാം, നമ്മുടെ ഭൂമിയാണെങ്കിൽ നമുക്ക് തിരിച്ചു വാങ്ങുകയും ചെയ്യാം. ഏകദേശം 2 വർഷത്തോളം ആ പാവപ്പെട്ടവർ അവിടെ കിടന്ന് ബഹളമായിരുന്നു. ഗവൺമെന്റ് അവരെ സഹായിക്കുന്ന ഒരു സഹായവും അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പും അവിടെ കൊടുത്തില്ലായിരുന്നു. ഈ ആളുകളോട് ഞാൻ സംസാരിച്ച് അവരെ മനസ്സിലാക്കി. പൊതുവെ ഈ മലയാളികൾ ഈ സെന്റിമെന്റലായിട്ട് കുറച്ച് നമ്മൾ സംസാരിച്ച് കഴിയുമ്പം ഇവര് നമ്മളോട് കുറച്ച് കൂടുതൽ അപ്രോച്ച് ഉണ്ടാവും. അപ്പം ഞാൻ സംസാരിച്ചവരടുത്ത്, ഇതിനാണ് ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി പ്രശ്നം, ഇത് ഗവൺമെന്റ് ഭൂമിയാണെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ ഇത് തിരിച്ചു കൊടുക്കണം. സംസാരിച്ചു. കുറേ ആളുകൾ, സാറേ ഞങ്ങൾ ഇന്നൊരു തീരുമാനം എടുക്കുന്നു, ഇത് ഗവൺമെന്റ് ഭൂമിയാണെങ്കിൽ നിങ്ങൾ മുമ്പാകെ ഞങ്ങളിത് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. വസ്തു വാങ്ങിച്ച ആള് പറഞ്ഞു, സാറേ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാനും അത് ഗവൺമെന്റ് ഭൂമിയാണെങ്കിൽ തിരിച്ചു കൊടുക്കും. വസ്തു കൊടുത്ത ആള് പറഞ്ഞു, സാറേ ഇത് ഗവൺമെന്റ് ഭൂമി ഞാൻ ഇദ്ദേഹത്തിന് വിറ്റിട്ടുണ്ടെങ്കിൽ ആ ഗവൺമെന്റ് ഭൂമി ഞാൻ തിരിച്ചു കൊടുത്തിരിക്കും. അന്നത്തെ ദിവസം ആ പ്രശ്നം അവിടെ അവസാനിക്കുകയുണ്ടായി. 2 വർഷത്തോളം പേരിൽ കൂട്ടാൻ കഴിയാത്ത വസ്തു അന്നേ ദിവസം ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തോന്നും അത് പേരിൽ കൂട്ടി. അദ്ദേഹം വളരെ സന്തോഷവാനായി ഇന്ന് അവിടെ ഒരു വീട് വെക്കാൻ ഒരുങ്ങുകയാണ്. ഇങ്ങനെ ഇവിടെ ഞാൻ ഈ വസ്തു തർക്കം പറയാൻ കാരണം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മനുഷ്യാവകാശ പ്രവർത്തകരെ സംബന്ധിച്ചോളം കൂടുതലായി വരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ തിരുവല്ലയിൽ, എറണാകുളത്ത് പലയിടത്തും എനിക്ക് ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങളിൽ പോകാൻ കഴിഞ്ഞു. ഇപ്പം പുതിയതായി ഒരു പ്രശ്നം കൂടെ വന്നിട്ടുണ്ട്. കോതമംഗലത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റൽ, അതിനെതിരെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ഫുൾ എവിഡൻസ് എടുത്ത് നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ളൊരു പ്രശ്നം, അതൊരു ലേഡിക്ക് സംഭവിച്ച പ്രശ്നമായതുകൊണ്ട് അതിൻ്റെ എല്ലാ നൂലാമാലകളും ചെക്ക് ചെയ്ത് അവർക്ക് വേണ്ട നീതി നമ്മൾ നടത്തിക്കൊടുക്കുമെന്നത് ഉറപ്പായ കാര്യമാണ്. അതിന് 2 ദിവസം മുമ്പ് ഞാൻ ആ ഹോസ്പിറ്റലുമായിട്ട് സംസാരിച്ചായിരുന്നു. അവരത് ക്ലിയർ ചെയ്ത് തരാം അല്ലെങ്കിൽ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പോലീസിൻ്റെ അടുത്ത് അവർ പോയി. ഞാൻ അതിൻ്റെ പേര് പറയാത്തതിൻ്റെ കാരണം, ആ പ്രശ്നം ഒന്ന് നമ്മുടെ എറണാകുളം ജില്ലാ സെക്രട്ടറിയുമായിട്ട് സംസാരിച്ച ശേഷം അദ്ദേഹത്തിന് അത് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. അവരത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാത്ത പക്ഷം നോക്കും അവർ, നമുക്ക് ഉറപ്പുണ്ട് അവരത് ചെയ്യും. അതുപോലെ തന്നെ
തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, മുംബൈ, കാശ്മീർ, ദില്ലി, UP ഈ സ്ഥലങ്ങളിലെല്ലാം ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഡിസംബർ 10-ാം തീയതി ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു എന്ന് ജാക്സൺ, എറണാകുളം ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ ജാക്സൺ സാർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, സാറേ 10-ാം തീയതി നമുക്ക് പറ്റത്തില്ല, വേറെ ഏതെങ്കിലും ദിവസമാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കാം. അപ്പം സാർ എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ ചെക്ക് ചെയ്തു. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള നമ്മുടെ പ്രഗത്ഭരായ പ്രഭാഷകന്മാരും നമ്മുടെ ജഡ്ജി സാറിൻ്റെ എല്ലാ സമയം നോക്കി ഇന്നേ ദിവസം ഈ പരിപാടി വളരെ ഭംഗിയായി പ്രിയദർശിനി ഹാളിൽ നടത്തുവാൻ തീരുമാനിച്ചതിൽ എറണാകുളം ജില്ലാ കമ്മിറ്റിക്കും ഈ പരിപാടിയുടെ സംഘാടകരായിട്ടുള്ള ബിജു സാർ, ജാക്സൺ സാർ, കുഞ്ഞു മുഹമ്മദ്, മാർട്ടിൻ, പിന്നെ ഞാൻ വിട്ടുപോയിട്ടുള്ള ജേക്കബ്, ഇങ്ങനെ കുറെ ആളുകൾ ഈ പരിപാടി ഇന്നിവിടെ സംഘടിപ്പിച്ചതിൽ ആശംസ അർഹിക്കുന്നു എന്ന് ഞാൻ പറയേണ്ടിയിരിക്കുന്നു. എല്ലാവർക്കും ഇന്നിവിടെ തുടങ്ങുന്ന ഈ പരിപാടി നാളെയുടെ ഒരു മുതൽക്കൂട്ടായി എറണാകുളത്തിന് മാത്രമല്ലാതെ കേരളത്തിന്റെ വിവിധ ജില്ലകളിലും ഈ പരിപാടി ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യ സഹായം അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തപ്പെടുന്നിടത്ത് നമ്മൾ ചെല്ലുമെന്നത് ഉറപ്പായ ഒരു കാര്യമാണ്. അതിനപ്പുറത്തായി ഒന്നും കൂടി ഓർപ്പിക്കുന്നു, ചൂരൽമലയിലെ പ്രശ്നം നടക്കുന്ന നാൾ തൊട്ട് കോഴിക്കോട് നിന്നുള്ള മലപ്പുറത്തു നിന്നുള്ള നമ്മുടെ ആളുകളുണ്ട് അവിടെ. ഈ കഴിഞ്ഞിടയ്ക്ക് ചൂരൽമലയിൽ ചെറിയൊരു വിഷയം ഉണ്ടായി. അവിടെ ഇപ്പം നടത്തപ്പെടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അവിടുത്തെ ജനങ്ങൾക്ക് ആ സ്ഥലത്ത് കൃഷി ചെയ്യാൻ പോലും ഇപ്പം ഗവൺമെന്റിന്റെ ID കാർഡ് കാണിച്ച് ആ പ്രദേശത്ത് കയറണമെന്നുള്ളൊരു പുതിയ ഒരു ഗവൺമെന്റിന്റെ ഓർഡർ വന്നു. അതിനെതിരെ നമ്മൾ 2-3 ദിവസം മുമ്പ് ചൂരൽമലയിൽ ഒരു 1 ഡേ ഉപവാസ സമരം സംഘടിപ്പിക്കുകയുണ്ടായി. നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ബാബു അവറുകൾ അവിടെ പങ്കെടുക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്തു എന്നതിൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്.